ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ആരും അച്ഛൻ വൈകിട്ട് കാത്തിരിക്കുന്നതിൽ ഞാൻ വെളിയിൽ പോയിട്ട് വരികയായിരുന്നു. ഇവിടെ വന്നപ്പോൾ കരടുമില്ല, അനക്കമൊന്നുമില്ല. വിളിച്ചിട്ട് അമ്മയെ വിളിച്ചിട്ട് അനക്കമില്ല, ആരും കഥ തുറക്കുന്നുമില്ല. പുറകിൽ ഞാൻ കഥ കൈയിട്ട് തുറന്ന് അകത്ത് കയറി അമ്മയെ കാണുന്നില്ല. ഞാൻ പിന്നെ മൊബൈലിലോട്ട് നിങ്ങൾ കാറിലെന്തോ കട്ടി നോക്കിയപ്പോൾ അമ്മ അടുക്കളയിൽ ഇങ്ങനെ വീട് കിടക്കുകയാണ്. ഞാൻ വിളിച്ച് നോക്കാൻ പത്തിന് ഞാൻ പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചിമാരെ വിളിച്ച് 2-3 ചേച്ചിമാർ കൂടി അമ്മയെ വളരെ ബുദ്ധിമുട്ടി എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോകാൻ പെട്ടപ്പോൾ വണ്ടി ഒന്നും കൈ അടച്ചിട്ട് നിർത്തുന്നില്ല. ഈ റോഡ് സൈഡായിട്ട് ഓട്ടോയിൽ വലിച്ചേറ്റി അമ്മയെ കൊണ്ടുപോയി. ഒത്തിരി ബുദ്ധിമുട്ടി അവിടെ ചെന്ന് ഇങ്ങനെ വണ്ടിയെന്ന് ഇറക്കിയപ്പോഴൊക്കെ അവരുടെ അറ്റൻഡർമാർ ഇങ്ങനെ പറയുന്നു കഴിഞ്ഞതാണ്. ഞാനൊക്കെ ഇത് ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ഡോക്ടർ വന്ന് ഡോക്ടർ നേഴ്സുമാരെങ്കിലും കിട്ടുന്നത് അമ്മയെ പരിശോധിച്ചുകൊണ്ടിരിക്കാം. പെട്ടെന്ന് നമ്മൾ ശക്തിയായ ആത്മാവിലായി ഉണർന്ന് അവരൊന്നും ചെയ്തില്ല. അമ്മ ഭയങ്കരമായി പ്രാർത്ഥിക്കുന്നു. ഭയങ്കരമായ ആത്മാവിനായി പ്രാർത്ഥിക്കുകയാണ്. 5-10 മിനിറ്റ് അമ്മ ഇങ്ങനെ ആത്മാവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടുപറക്കാതെ ആത്മാവിൽ സംസാരിച്ച് പ്രാർത്ഥന മാത്രം സ്തോത്രം ഇങ്ങനെ ചെയ്യുക. സ്തോത്രം 10 മിനിറ്റോളം അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടി ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് അമ്മ ആത്മാവിനായി ഇങ്ങനെ പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് കണ്ണു തുറന്ന് നോക്കിയിട്ട് എന്നെ ഇങ്ങനെ വഴക്ക് പറയാ. നിന്നോട് ആരും എന്നെ ഇവിടെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞത്? എന്നെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകും. എനിക്കൊന്നും ഇവിടെ ഒരുവരുന്നും വേണ്ട, എന്നെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകും. പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞ് കൊണ്ടുപോകും. ഒന്നുമില്ല, അമ്മയ്ക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ അപ്പച്ചനൊക്കെ അതിരഭ്യോദരമായിരുന്നു. അപ്പച്ചനോട് വന്നു പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകാനിടയായി. അങ്ങനെയുള്ള അമ്മച്ചയുടെ പ്രാർത്ഥനാജി ഈ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ അനേക പ്രാവശ്യം നിർബന്ധിച്ചു ആശുപത്രി പോകാൻ വേണ്ടി പോകുന്നില്ല. പറഞ്ഞ് എനിക്കൊരു വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കണം. അമ്മയുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിച്ച് ജനക്കും മൊത്തം പ്രത്യാശയിൽ അമ്മയെ മുഖമായി കാണുവാൻ ഇതിനായി എവിടെയും പ്രാർത്ഥിച്ചിരിക്കും. ഈ പ്രിയമാതാവിന്റെ വേർപാടുള്ള ദിവസത്തിൽ സ്തുതിക്കും. ചില ആഴ്ചകൾ മുമ്പ് യാക്കോബച്ചനുമായി ഈ അമ്മയെ കാണുവാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നപ്പോൾ ഈ ജോയിച്ചാൻ തന്നെ ഭവനത്തിലായിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ ഹോൾ റൂമിൽ ചുറ്റിയിരുന്നു. അമ്മ ഇങ്ങോട്ട് വിളിക്ക്, പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ജോയിച്ചാൻ ആ മാതാവിനെ വളരെ പ്രയാസത്തോടും വളരെ കഷ്ടത്തോടും കൂടെ തന്നെ കൊണ്ടുപോയി കസ്റ്റഡിയിൽ ഇരിക്കുന്നതായ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വളരെയേറെ ഭാരമുണ്ടായി. എത്രമാത്രം വേദനയോടും എത്രമാത്രം കഷ്ടത്തിൽ കൂടിയാണല്ലോ ഈ പ്രിയ മാതാവ് കടന്നു പോകുന്നതെന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ ഇടയായിട്ട് ചില മേച്ചുകൾ യാക്കോബച്ചനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് എന്ത് വേണം, ഇപ്പോൾ എന്താണ് ആവശ്യം, പ്രാർത്ഥനയാണോ അതോ വൈദ്യന്മാരെയാണോ? എനിക്ക് ഇപ്പോൾ ഇനി ആരെയും വേണ്ട, അപ്പച്ചൻ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറയുവാൻ ഇടയായിട്ട്. അപ്പോൾ അന്ന് മുതൽ ഈ മാതാവിൻ്റെ ശാരീരിക കഷ്ടത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കുവാനും എൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റിൽ ഈ പ്രിയ മാതാവിൻ്റെ പേരോട് ചേർത്ത് ദൈനംദിനമുള്ളതായ കുടുംബ പ്രാർത്ഥനയിൽ സ്തോത്രം ചെയ്യുവാനും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് രാത്രി വേളകളിൽ ചില സമയങ്ങളിൽ മാതാവിൻ്റെ വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കോണം നിലവിലായിരിക്കും ദൈവമുടെയാക്കിയ മുഖാന്തരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്കുള്ളിൽ ശാരീരികമായ കഷ്ടത്തിൽ കൂടി കടന്നുപോയെങ്കിലും ഈ ഓരോ ദിവസങ്ങൾ എടുക്കുമ്പോഴും തൻ്റെ ശരീരത്തിലെ കഷ്ടം വളരെയേറെ വർദ്ധിച്ചു എന്നറിയുവാൻ കൊണ്ടേയായിട്ടും ഈ കഴിഞ്ഞ ബുധനാഴ്ച ദിവസം സഭയിൽ ഉപവാസ പ്രാർത്ഥന നടത്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് പെട്ടെന്ന് ഈ മാതാവിന് പ്രത്യേകമായ ചില അസ്വസ്ഥതകൾ നേരിടുകയും ഈ ഭവനത്തിൽ നിന്ന് സഭയിലേക്ക് വിളിച്ചറിയുകയും അവിടെ ഇരുന്നായ ശുശ്രൂഷയിലൊക്കെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും
മാത്രമല്ല ഉപവാസ പ്രാർത്ഥന വേഗത്തിൽ ക്രമീകരിച്ച് അവിടെയുള്ളതായിരുന്ന മകനും ഒരു സിസ്റ്റം കൂടി കൂടപ്പെട്ടതായ ദൈവമക്കളോട് ചേർന്ന് വേഗത്തിൽ ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനും ചില വിഷയങ്ങളുടെ എല്ലാ ദൈവമക്കളോട് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഇടയായിട്ടു. അപ്പോൾ തന്നെ പ്രാർത്ഥിച്ച പ്രിയ മാതാവിന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ട് ദൈവമക്കളും സിസ്റ്റേഴ്സ് നോക്കുകയും അവരുടെ സ്ഥാനങ്ങളിലേക്ക് കടന്നുപോയി അവർ അപ്പോൾ ആശ്വാസമായ ചില വാക്കുകൾ പ്രിയ മാതാവിൽ നിന്ന് കേൾക്കുവാനും ഇടയായിട്ടു. തന്റെ ഈ ശരീരത്തിലെ കഷ്ടം തീർന്നു. ഈ പുസ്തക ലോകത്തിന് തനിക്ക് വേർപാട് ലഭിക്കും. നാമം മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. ഒരു പാട്ടുകാരൻ പറയുന്ന പോലെ ഒരിക്കൽ ഏവരും മരിക്കും നിശ്ചയം, ഒരിക്കലെല്ലാവരും മരിപ്പാൻ. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ യാത്ര മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ മരണത്തോടും കർത്താവിന്റെ വരവിനോടും നാം അടുത്തുകൊണ്ടേയിരിക്കുന്നു. ആകയാൽ ക്രിസ്തീയ ജീവിതം പ്രത്യാശയുള്ള ജീവിതമാണ്, സൗഭാഗ്യമുള്ള ജീവിതമാണ്. സമാധാനത്തോടെ യാത്ര ആരംഭിച്ച് സന്തോഷത്തോടെ എത്തിച്ചേരുന്ന സ്ഥാനത്ത് എത്തിച്ചേരുവാൻ വലിയവനായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. എല്ലാ ദൈവമക്കളെയും വിശ്വസിനും അനുമോദനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എത്തിയിരിക്കുന്നു. ദൈവം ഈ ഭവനവുമായി കൂടുതലായി ബന്ധപ്പെടുവാൻ ദൈവം സഹായിച്ചിരുന്നു. പലപ്പോഴും പ്രിയമാതാവിന്റെ കഷ്ടത്തിൽ ഭവനത്തിലുള്ള കാണുവാൻ തക്കോണം ദൈവടിയുടെയും ജീവിതത്തിൽ സഹായിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര ധീരതയോടെ ശാരീരികമായി വളരെയധികം കഷ്ടം തനിക്കുണ്ടായിരുന്നെങ്കിലും ധൈര്യത്തിന്റെ വാക്കുകളല്ലാതെ അധൈര്യത്തിന്റെ വാക്കുകളൊന്നും തന്നെ വായിൽ നിന്ന് വീണിട്ടില്ല. പലപ്പോഴും വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും, അമ്മച്ചി എന്താണ് ശരീരത്തിന് പ്രയാസം, ഒരു സഹായത്തിനെങ്കിലും ഒന്ന് വന്നിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലാതെ ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ എൻ്റെ ഇപ്പോഴുള്ള വസ്ത്രം പോലും എനിക്ക് ധരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ എൻ്റെ ശരീരം അധികം വണ്ണം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സഹായത്തിന് വരുവാൻ കഴിയില്ല, എൻ്റെ നട്ടെല്ലിനും അത്രമാത്രം സൗഖ്യമില്ല എന്നെല്ലാം പറഞ്ഞു. എന്നാലും ഞങ്ങൾ വരുമ്പോൾ എനിക്ക് ആവുന്നിടത്തോളം തന്നെ എഴുന്നേറ്റിരിക്കുവാൻ ശ്രമിക്കും. പലപ്പോഴും അപ്പച്ചൻ്റെ കഷ്ടമോർത്ത് ഞങ്ങൾ വളരെ ഭാരത്തോടെയാണ് ഈ ഭവനത്തിൽ നിന്ന് കടന്നു പോയിട്ടുള്ളത്. ഞങ്ങൾ വരുമ്പോൾ അപ്പച്ചനാണ് അടുക്കളയിൽ പാചകം ചെയ്യുന്നതും അമ്മച്ചിക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നത് പിതാവായിരുന്നു. പിതാവിന്റെ കഷ്ടം ഓർത്തപ്പോൾ പലപ്പോഴും ഞങ്ങൾ ദൈവത്തിന്റെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയമാതാവിന്റെ കഷ്ടത്തിൽ നിന്ന് അവയെ എത്രയും വേഗത്തിൽ ഒരു വിടുതൽ കൊടുക്കണമേ എന്ന്. എങ്കിലും ഇവിടെ വരുമ്പോൾ അമ്മയുടെ ശരീരത്തിന്റെ സ്ഥിതി ഓർക്കുമ്പോൾ ഇപ്പോൾ കടന്നു പോകുന്ന യാതൊരു അവസ്ഥയും ഇല്ലായിരുന്നു. എങ്കിലും തന്റെ പ്രത്യാശ കൈവിടാതെ വണ്ണം വിശ്വാസത്തിൽ നല്ലപോലെ പൊരുതി കർത്താവിന്റെ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ കഷ്ടങ്ങളെല്ലാം തീർന്ന് കർത്താവിന്റെ രാജ്യത്തിൽ കർത്താവിനെ സന്തോഷിക്കാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ പിതാവിനെയും മക്കളെയും ഒക്കെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷി വരുന്നത് കർത്താവിന് സ്തോത്രം. ആ സമയങ്ങളൊക്കെയും പ്രിയമ്മയെ സമീപിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ വാർത്തകളാണ് കേൾക്കുന്നത്. വായിന്ന് എപ്പോഴും ഒരു അധൈര്യമോ ഒരു നിരാശയോ ഒന്നും ഉള്ള വാക്കുകളല്ല കേൾക്കുന്നത്. എപ്പോഴും ധൈര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാക്കുകളാണ് കേൾക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഞാൻ ചുരുക്കി പറയുകയാണ്, എത്ര വേദനയായിരുന്നാലും കഷ്ടമായിരുന്നാലും അമ്മച്ചി എങ്ങനെയുണ്ട്, ഇതൊന്നും സാരമില്ല, ഇതൊക്കെ അങ്ങ് പോവുകയില്ലേ, ഇതൊന്നും ഒരു പ്രയാസവും ഇല്ല, ദുഃഖവും ഇല്ല, ഞാൻ സന്തോഷമായിരിക്കുന്നുള്ള വാർത്തയാണ് എപ്പോഴും കേൾക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മച്ചി നെഞ്ചിനൊരു വിഷമമുണ്ടായി, ഒരു പരുവുണ്ടായി. അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ തന്നെ വളരെ വിഷമിച്ചു. ഇതെന്തോ കർത്താവേ ഇങ്ങനായല്ലോ എന്നോർത്ത് ഞാൻ വളരെ ദുഃഖിച്ചു. എന്നാൽ അമ്മച്ചി പറയുന്നത്, അത് സാരമില്ല, ഇതങ്ങ് മാറും, അല്ല വേണ്ട മാറണ്ട, ഞാൻ എൻ്റെ കർത്താവിനെ തന്നെ പോലെ ഇങ്ങനെ പ്രത്യാശയുടെ വാക്കുകളാണ് എപ്പോഴും കേൾക്കുന്നത്. എനിക്ക് വന്ന് കാണുന്നവർക്ക് വളരെ ദുഃഖം തോന്നും. എന്നാൽ അമ്മച്ചിയുടെ വായിൽ നിന്ന് ഒരു അധൈര്യമോ ദുഃഖമോ ഒന്നും ഉണ്ടാകാതെ നല്ല സന്തോഷത്തോടെ എപ്പോഴും നല്ല സന്തോഷത്തോടെയാണ് ഞങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. സ്തോത്രം. ഞാൻ പലപ്പോഴും വളരെ ദുഃഖിച്ചിട്ടുണ്ട്. ഈ അമ്മച്ചി ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട്. എന്നാൽ അമ്മച്ചിയുടെ വായിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സമാധാനത്തോടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്തു. ഒരു ദുഃഖത്തിൻ്റെ ഒരു വാക്കുപോലും എപ്പോഴും സന്തോഷത്തിൻ്റെ വാക്കുകളാണ്. എപ്പോഴും സന്തോഷത്തിൻ്റെ വരുമ്പോൾ ഈ പ്രിയ ദൈവദാസിയുടെ വേർപാടിനെ കുറിച്ച് അറിഞ്ഞ സന്ദർഭത്തിൽ ആളിനെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഇപ്പോൾ പാടുവാൻ വേണ്ടി തയ്യാറാക്കിയതായ പാട്ട് പേപ്പർ കയ്യിൽ ലഭിച്ച സന്ദർഭത്തിൽ ഈ ഫോട്ടോ കണ്ട സന്ദർഭത്തിലാണ് ആളുകളെ മനസ്സിലാക്കുവാനിടയായത്.
ഞാൻ കൊട്ടാരക്കര സെൻട്രൽ താമസിക്കുന്ന സന്ദർഭത്തിലും കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ സന്തോഷ് പീക്കോവിൽ താമസിക്കുന്ന സന്ദർഭത്തിലും അനേക സന്ദർഭങ്ങൾ തോന്നിയിൽ വരികയും പല മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുകയും ഒക്കെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെയധികം മുഖപരിചയമുള്ളതായ ഒരു വ്യക്തിയായിരുന്നല്ലോ ഈ പെണ്ണമ്മ ജോയ് എന്ന് പറയുന്ന ആൾ എന്ന് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കുവാൻ ഇടയായത്. തന്നെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച സന്ദർഭത്തിൽ ഒക്കെയും പലരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനിടയായിട്ടുള്ളത് വിശ്വാസത്തിന് വേണ്ടി, കർത്താവിൻ്റെ മാർഗത്തിന് വേണ്ടി വളരെ ധീരതയോടെ പ്രവർത്തിക്കുകയും വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്തതായ ഒരു മാതാവാണ് ഈ പ്രിയ മാതാവെന്ന് പലരുടെയും വായിൽ നിന്ന് കേൾക്കുവാനിടയായി. ഇപ്പോൾ ഇവിടെ വന്ന് ഈ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞും അങ്ങനെ ഒരു ശബ്ദം എൻ്റെ കാതിൽ കേൾക്കുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ പ്രിയ ദൈവദാസിയുടെ മരണം അത് എത്ര അനുഗ്രഹിക്കപ്പെട്ട മരണമാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. സ്വർഗം സന്തോഷിക്കുന്നതായ പല സന്ദർഭങ്ങൾ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉളവാകുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി പാപ ജീവിതത്തോട് യാത്ര പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് വീണ്ടെടുക്കുവാനുമായി അംഗീകരിക്കുമ്പോൾ സ്വർഗം വളരെയധികം സന്തോഷിക്കുന്നതായി വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും തൻ്റെ ശിഷ്യന്മാരുടെ ഒരിക്കൽ അങ്ങനെ പറയുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തു തന്നോട് കൂടെ നടത്തുവാനായി 12 അപ്പോസ്തലന്മാരെ വിളിച്ച് വേർതിരിച്ചു. ആ അപ്പോസ്തലന്മാർ കൂടാതെ 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് താൻ പോകുവാനുള്ളതായ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഊരുകളിലേക്കൊക്കെയും തനിക്ക് മുൻപായി ഈ 2 പേരെ വീതം അയച്ചതായി ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ആ ഈ 2 പേരെ അയക്കുന്ന സന്ദർഭത്തിൽ അവരോട് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി അവർക്ക് ചില അധികാരങ്ങളൊക്കെ നൽകിയാണ് കർത്താവ് അയച്ചത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വാക്കനുസരിച്ച് ദൈവം നൽകിയ നിർദ്ദേശങ്ങളിൽ നിന്ന് അവർ പോയത് കൊണ്ട് കർത്താവിന്റെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവരുടെ യാത്രയിൽ ഉണ്ടായിരുന്നു. അവർ പോയ സന്ദർഭത്തിൽ പാപികളായി അവരെ കണ്ടുമുട്ടിയ ആളുകളോട് കർത്താവിനെ കുറിച്ച് പാപം മോചിക്കുന്നവൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ദൈവിക സമാധാനം കൊണ്ട് പലരുടെയും ഹൃദയം നിറയുകയുണ്ടായി. പലവിധമാകുന്ന വ്യാധികളാൽ ബാധകളാൽ വലഞ്ഞ ആളുകളെ അവർ കണ്ടു. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അവർക്കെല്ലാം സൗഖ്യമുണ്ടായി. അതുകൂടാതെ ഭൂതബാധിതരായ പല വ്യക്തികളെയും അവർ കാണുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുവോ എന്ന് പറഞ്ഞപ്പോൾ ഭൂതബാധിതരായ ആളുകളിൽ നിന്ന് ഭൂതം അലറി നിലവിളിച്ച് യാത്ര പറഞ്ഞ് പോയി. അവരെല്ലാം സ്വതന്ത്രരായി. ദൈവത്തിന് സ്തോത്രം. അവർ പോയ യാത്ര, അവർ അറിയിച്ച ദൈവവചനങ്ങൾ, അവർ ചെയ്ത സുവിശേഷ പ്രവർത്തനം ആ യാത്രയിൽ 100% അവർക്ക് ഫലവത്തായി തീർന്നു. ആ സന്തോഷത്തോടെ അവർ മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ആ സന്തോഷം യേശുവിൻ്റെ അടുക്കൽ അവർ പങ്കിടുമ്പോൾ കർത്താവ് പറയുകയാണ്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നതിനാലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുകയായി സന്തോഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു പാപി രക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ നീതി മാർഗങ്ങളിലേക്ക് കടന്നു വരുന്നതായ സന്ദർഭത്തിൽ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉളവാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം.
മാത്രമല്ല ആ സന്ദർഭത്തിൽ ആ വ്യക്തിക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്വർഗീയ പൗരത്വം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി അനുഭവമാക്കി തുടർന്നുള്ള ആത്മീയമായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ സ്വന്തമാക്കി ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് അനുഗ്രഹീതമായ ഒരു ജീവിതം നയിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് ജീവിച്ച ഒരു വ്യക്തി അതിനേക്കാൾ ഉപരിയായി ജീവിതത്തിൻ്റെ ഏത് ആവശ്യങ്ങളുടെ മുമ്പിലും ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളുടെ മുമ്പിലും ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിന് സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് എനിക്ക് എല്ലാറ്റിനും പരിഹാരി, അവൻ എനിക്ക് പാപമോചനം തന്നവൻ മാത്രമല്ല ദൈവിക സമാധാനം കൊണ്ടും സ്വർഗീയ സന്തോഷത്താലും എൻ്റെ ഹൃദയത്തെ നിറച്ചവൻ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഒരു ഭാവി പ്രത്യാശ പ്രദാനം ചെയ്തവൻ മാത്രമല്ല ഈ ലോകത്തിൽ ഞാനായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം ആവശ്യമുണ്ട് അതിനൊക്കെ ഈ പരിഹാരി എൻ്റെ യേശുവാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൽ രോഗം അലട്ടുന്ന സന്ദർഭത്തിൽ എനിക്ക് സൗഖ്യം തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന എന്നുള്ള വചനപ്രകാരം ദൈവത്തിന് സ്തോത്രം. ആയുസ്സിൻ്റെ സംവത്സരങ്ങൾ, ആയുസ്സിൻ്റെ മാസങ്ങൾ, ആയുസ്സിൻ്റെ ആഴ്ചകൾ, ആയുസ്സിൻ്റെ ദിവസങ്ങൾ, ആയുസ്സിൻ്റെ മണിക്കൂറുകൾ, ആയുസ്സിൻ്റെ മിനിറ്റുകൾ, ആയുസ്സിൻ്റെ സെക്കൻഡുകൾ, അതിനേക്കാളുപരി ആയുസ്സിൻ്റെ